ഈ കൺഫ്യൂസിങ് പേഴ്സൺ ആയി മാറാന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ഉദ്ദേശം. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഉദ്ദേശിച്ചതല്ല. ആളുകൾ എന്നെ കൺഫ്യൂഷനോട് കൂടി കാണണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നാ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂസ്ഡ് കൂടുതലാവാൻ തുടങ്ങി. അത് വേറൊന്നുമല്ല, എനിക്ക് ഒരു കാലഘട്ടത്തിലൊക്കെ എനിക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് മാത്രമായിരുന്നു എനിക്ക് അടുപ്പവും, പുറത്തിറങ്ങി പോയാലും അവരുടെ കൂടെ പോളൂ, വന്നാലും കൂടെ നിൽക്കുന്നതും വരുന്നതും ഇരിക്കുന്നതും ഒക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നും എൻ്റെ അടുത്ത് എൻ്റെ ജെൻഡർ ഏത്, സെക്ഷുവാലിറ്റി ഏത്, അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചോ കണ്ടുപിടിച്ചോ അതൊക്കെ തന്നെ എന്ന് പറയും. പക്ഷേ അറിയാം ആളുകൾക്ക്. എന്നാലും ആളുകളൊരു കമ്മ്യൂണിറ്റിയുടെ കൂടെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുമാതിരി നമ്മളെ കളിയാക്കാനായിട്ട് ശരിക്കും തീയുടെ ജെൻഡർ എന്താ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദിക്കും. അപ്പൊ അതിനൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ അവിടുന്ന് എനിക്ക് ഇതിലേക്ക് വരാൻ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ജീവിതാനുഭവങ്ങൾ ഇതുപോലെ തന്നെ കോമഡി സ്റ്റാർസിലൊക്കെ ഏഷ്യനെറ്റിൽ കോർഡിനേഷന്റെ ഭാഗമായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ കുറെ കമ്മ്യൂണിറ്റി ആളുകളെയൊക്കെ കാണുമായിരുന്നു. അവിടെ അവരടുത്തൊക്കെ സംസാരിച്ച് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ടെന്നും അവരും ജീവിക്കാൻ സർവൈവ് ചെയ്യുന്ന ആളുകളാണെന്നും ഇത് അവരുടെ ബോഡി ലാംഗ്വേജിലോ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലോ മാത്രമുള്ള ഒരു പ്രശ്നമല്ല എന്നും അവരുടെ വികാര വിചാരങ്ങളും അവരുടെ ബോഡി ചേഞ്ചിങ്ങും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഒരു 13 കൊല്ലം മുമ്പേ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ കണ്ട് വരുന്ന പുതിയ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഇങ്ങനെ പോകും. ഈ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ആ പ്രവൃത്തിയെ കുറിച്ച് പറയും. ഭയങ്കര മോശമല്ലേ? എന്താ കാണിച്ചത് അവര്? അവിടെ ഒരു പെൺകുട്ടി വന്നിട്ട് ആ പെൺകുട്ടി പറയാണ് എനിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി എന്ന് പറയാണ്. ആ സർവൈവർ ആയിട്ടുള്ള പെൺകുട്ടിയുടെ സ്ഥാനത്ത് ഞാൻ എന്നെ കാണുന്നു. എന്തുകൊണ്ടെന്നറിയോ? ഞാനെന്ന് പറയുന്ന സ്ത്രീ ഇതേപോലെ ഒരു ബസ്സിൽ ഇൻസിഡൻസ് എനിക്കുണ്ടായി. ആ സമയത്ത് ഞാൻ കയ്യോടെ പിടിച്ച് പ്രതികരിച്ചപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ചു. ഇവിടെ ആളുകൾ ഭയങ്കര സപ്പോർട്ട് തന്നു. അയൺ ലേഡിയാണ്, ദിയാസൻ അതാണ് ഇതാണെന്ന്. 3-ാമത്തെ ദിവസം ഇത് എവള് കയ്യും കാലൊക്കെ കാണിച്ചിട്ട് വിളിച്ച് വരുത്തിയതെന്നേ അവനെ. അങ്ങനെയാണ് അവൻ വന്ന് പിടിച്ചത്. എങ്ങനെ ഇരിക്കുന്ന ആ സംഭവം? അങ്ങനെ മനുഷ്യന്മാർ വന്ന് പറയുമ്പോ എങ്ങനെ ഈ സർവൈവ് ചെയ്ത ഈ അനുഭവിച്ച പെണ്ണിന് എങ്ങനെ ഫീൽ ചെയ്യും? അത് ഒന്ന് ആലോചിച്ച് നോക്കിയാണത്. അതെങ്ങനെ ഫീൽ ചെയ്യും? ഇവര് സപ്പോർട്ട് ചെയ്യുന്നത് അവർ മരിക്കാതിരിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ അനുഭവിച്ച പെണ്ണിന്റെ അവസ്ഥ എന്താ? ആ പെണ്ണിന് അനുഭവിച്ചത് അനുഭവമല്ലേ? ആ സ്ത്രീ തെറ്റ് ചെയ്തു എന്ന്, അതായത് ആ സ്ത്രീ കള്ളം കാണിച്ചു, ആ സ്ത്രീ ഇത് ചെയ്തു എന്ന്, എന്താ പറയാ, ആ സ്ത്രീ മറ്റേ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ആ സ്ത്രീ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ പിന്നെന്താ അങ്ങനെയൊക്കെയാണ് പർപ്പസ്ഫുള്ളി കാണിച്ചതെന്ന്. അതിന് ഈ പറഞ്ഞ പെൺകുട്ടി